അമ്മച്ചി, ആ ജോണിച്ചാൻ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നാളെ അങ്ങോട്ട് വരും. അപ്പച്ചൻ എന്തേ? അപ്പച്ചനോട് പറയണം കേട്ടോ. ശരി അമ്മച്ചി, ഇച്ചാൻ എത്തിയിട്ട് വിളിക്കാം. എന്നാ ശരി. ആ ആ കേരളത്തിൻ്റെ കാലാവസ്ഥയനുസരിച്ച് പെയിന്റ് ചെയ്യുന്ന ഒരേ ഒരു പെയിന്റർ അംബുജൻ പെയിന്റർ. ചേട്ടോയ്, നമുക്ക് ഈ വീടിന്റെ പായലും പൂപ്പലൊക്കെ ഒന്ന് കളയണ്ടേ? അംബുജ പെയിന്ററെ. ബോധം തെറ്റിയ കാലാവസ്ഥ. ജോണി ചായന്റെ വീട് കണ്ടാൽ അമ്പിളി മാമൻ ഉദിച്ച പോലെ. എന്തുകൊണ്ടാ ഈ അംബുജൻ പെയിന്റ് ചെയ്ത കൊണ്ടാ ഈ അംബുജൻ പെയിന്റ് ചെയ്ത കൊണ്ടാ. ആ, ഇന്ന് എല്ലാരും ഉണ്ടല്ലോ. ഈ വർഷത്തെ ക്രിസ്മസ് അടിപൊളിയാക്കാനുള്ള പരിപാടിയാണല്ലോ ചേച്ചി. ആ ജോണിച്ചാൻ ലീവിന് നിന്ന് എത്തുമല്ലേ, പിന്നെ പുതിയ വീട്ടിൽ ആദ്യ ക്രിസ്മസും ആഘോഷമാക്കാമെന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി ചേച്ചി. അതെ, നിങ്ങളെന്താ കല്യാണത്തിന് വന്നതാ? ഡ്രസ് മാറും. എന്താ റാംബോ, നീ കാണിക്കുന്നതൊക്കെ കൊള്ളാം. അതെങ്ങാനും താഴെ വീണാലേ എന്റെ വായിലിരിക്കണ വല്ലതും കേക്കുന്നീ. നിന്നോട് കൂടിയാ. ഞാനെന്ത് ചെയ്ത്? ഞാൻ അത് അടിക്കുവല്ലേ. മോനെ പപ്പാ, ഞാൻ അടിക്കണേ. നിന്റെ അടി എന്താന്ന് എനിക്കറിയാവേ. അധികം ബലം കൊടുത്തടിക്കല്ലേ, ഒടിഞ്ഞു പോകും. എന്ത്? ബ്രഷ് ബ്രഷ് ബ്രഷ്. ചായ ഇച്ചായ, അമ്മച്ചി ഇപ്പൊ കൂടി വിളിച്ചതേ ഉള്ളൂ ഇച്ചായൻ എത്തിയോ എന്നറിയാൻ. എന്ത് പോക്കാടി റോഡില്, ഒരു രക്ഷയില്ല. സുന്ദരിയായിട്ടുണ്ടോ സാറേ? ആ എന്തേ മേശ്രീ, സുഖല്ലേ? ഓ സുഖം. ആ വീടിന്റെ പണി വരാൻ വരെത്തി. കുറച്ചുകൂടെ ഉള്ളൂ സാറേ. ആ ബെഡ്റൂമിന്റെ സൈഡും അടുക്കളയുടെ സൈഡും മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കൊണ്ട് എന്തായാലും തീരും. ഓ ആയിക്കോട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നു സാർ? ഓ പ്ലെയിൻ ഇറങ്ങണ ഒരു സുഖമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് അറിയാലോ. ആ നമ്മുടെ റോഡല്ലേ സാറേ. ആ ഇതാണല്ലോ നിങ്ങളുടെ പണിക്കാര്. ആ ഞാൻ പപ്പൻ. ആ എന്നാ ശരി, നടക്കട്ടെ.
ഇവനൊക്കെ കൂടി എൻ്റെ പണി കളയിച്ചടക്കും. അവര് പോയി ഒന്നും ഇങ്ങോട്ട് വാ. ഓരോരുത്തന്മാരെ യോഗേ. നിനക്കൊക്കെ എന്തിട്ട് സൂക്കേടാണോ അവിടെ പോയി നിൽക്കേണ്ടത്? നിന്നെ കൊണ്ടൊക്കെ തോറ്റല്ലോടാ. പോടാ, പോയി പണിയെടുക്കാൻ നോക്ക്. വേടാ, അവിടെ അതും കൂടി ഒന്ന് ചേർത്തടിച്ചേക്ക്. ഡേ ഒന്നിങ്ങ് വന്നേ, ഇങ്ങ് വാ. ആ വാടി വാ. ആ നീ ഇപ്പൊ പൊക്കോ, രാത്രി ഞാൻ എടുത്തോളാട്ടാ. അവിടെ അതും കൂടി ഒന്ന് ചേർത്തടിച്ചേക്ക്. പപ്പ, നീ എന്താ ആലോചിക്കണടാ? പണിയെടുക്കടാ. സങ്കീർത്തനങ്ങൾ അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും ഇച്ചായ എന്നതാടി? ഒന്നിങ്ങ് വന്നേ. ആ എന്താടി? ദേ ഇവിടെ മൊത്തം മുന്തിരി. മുന്തിരിയാ? മുന്തിരി
എന്തു പറ്റി സാറേ? എന്താ ഈ രാത്രി എങ്ങോട്ടാ ഓടുന്നത്? മേസ്രി ആരെങ്കിലും ഈ വഴി ഓടി പോകുന്ന കണ്ടായിരുന്നു മേസ്രി? ഇല്ല. എന്തു പറ്റി സാറേ? എന്താ പ്രശ്നം? ആരെ വീട്ടിലെ ജനാലിലൂടെ ഒളിഞ്ഞു നോക്കി, എന്നെ കണ്ടപ്പോൾ അവൻ ഓടിപ്പോയി. അത് വല്ല കള്ളന്മാരും ആയിരിക്കും സാറേ. ഇപ്രദേശം അല്ലെങ്കിലും കള്ളന്മാരുടെ ശല്യം ഇത്തിരി കൂടുതലാണ്. വെറുതെ പുറകെ ഓടാന്നേ ഉള്ളൂ. അവനൊക്കെ വല്ല അടുത്ത ജില്ല എത്തിക്കാണും. ശ്ശെ. ആ സാറ് വാ. വീട്ടിൽ ചേച്ചി ഒറ്റയ്ക്കല്ലേ? ഇനി ഇത് ആരോടും പറയൊന്നും വേണ്ട. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ആട്ടെ, മേസ്രി ഇതോടെ പോയിട്ടാ? ആ ഞാനോ? കുട്ടികൾക്ക് കുറച്ച് മുന്തിരി വാങ്ങിക്കാൻ പോയതാ. ആ നല്ല മുന്തിരിയാ സാറേ. സാറൊന്ന് കഴിച്ചു നോക്ക്. നല്ല ഒന്നാം തരം മുന്തിരിയാ. നല്ല ഒന്നാം തരം മുന്തിരിയാ. നല്ല ഒന്നാം തരം മുന്തിരിയാ. എടാ മേസ്രി!